അതാണ് ദുരന്ത മേഖലകളിലേക്ക് അന്വേഷിച്ചെത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. അങ്ങേയറ്റം ക്ലേശകരമായ, അങ്ങേയറ്റം ദുരന്തമയമായ അവസ്ഥയാണ്. കണ്ണീരലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇങ്ങുമുള്ളത്. അവിടെ ഒരു വീടുണ്ടായിരുന്നോ എന്ന് തിരിച്ചറിയാൻ ആ പ്രദേശത്തുവാസികൾക്ക് പോലും കഴിയില്ല എന്നതാണ് തിരികെ എത്തുമ്പോൾ. അത്ര കണ്ട് രൂപം മാറിയിരിക്കുന്നു ആ പ്രദേശത്തിൻ്റേത്. ജില്ലയുടെ പുറത്തുനിന്നും സംസ്ഥാനത്തിന്റെ പുറത്തുനിന്നുമായി നിരവധി ആളുകൾ വസിച്ചിരുന്ന ഇടത്താണ് ഇത്തരം വലിയൊരു ദുരന്തമുണ്ടായത്. അതുകൊണ്ട് ദുരന്തത്തിലകപ്പെട്ടവരെ സംബന്ധിച്ച കണക്കെടുപ്പ് നമുക്ക് ക്ലേശകരമാണ്. അതിഥി തൊഴിലാളികളായ 100 കണക്കിന് ആളുകളെയാണ് മുണ്ടക്കൈ മേഖലയിൽ നിന്ന് കാണാതായിരിക്കുന്നത്. തേയിലത്തോട്ടങ്ങളിലും റിസോർട്ടുകളിലും കുടുംബസമേതം ജോലി ചെയ്യുന്ന ഇവരിൽ പലരുടെയും എണ്ണം സംബന്ധിച്ച കണക്കുകളും നമുക്ക് മുന്നിലില്ല. അപകടത്തിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട ബീഹാർ സ്വദേശികളായ ഒരു കുടുംബത്തോടൊപ്പം മേപ്പാടി സ്കൂളിൽ നിന്നും ഷബീർ PM ചേരുന്നുണ്ട്. കാണാം. ദുരന്തത്തിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. രക്ഷപ്പെട്ട പലർക്കും പറയാനുള്ളത് അവർ അകപ്പെട്ടു പോയതിന്റെ ഭീകരമായ അവസ്ഥകളെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ബീഹാർ സ്വദേശികളായ ഒരു കുടുംബമാണ്. आपका नाम क्या है सर? धर्मेंद्र जी। वो आप लोग उसी जो ये लैंडस्लाइड का टाइम में आप लोग कहाँ पे था? और हम लोग सर रूम में थे। अचानक जब अस्थिर हुआ तो हम चूरमला भागने का कोशिश किए। फिर चूरमला आए तो नदी पूरा टूटा हुआ था, भागने का कोई उपाय नहीं। आप लोग मुंडकई में ही था? हाँ, मुंडकई से आप चूरलमला तक 3 किलोमीटर भाग के आया? भाग के आया जंगले जंगले। हाँ। फिर उस जगह मैनेजर का रूम है, एक मैनेजर का रूम है, वो रूम पर गए। रात भर रहना हुआ सभी। मतलब आप लोग ऊपर से मुंडकई से आप लोग नीचे ये चूरलमला तक आ गया, फिर आप लोग उधर से फिर ऊपर गया? ऊपर गया, एक मैनेजर का रूम है, उस पर पानी नहीं चढ़ा हुआ था। बुला लिया सबको, इधर में जाने का उपाय नहीं था। फिर वो शाम में 5 बजे की तरफ फ्लाइट आया तो कसैली के पेड़ कट के बनाया, रस्सा धध के हम लोग का एक करके पार किया। वो उसी जो ये लैंडस्लाइड का टाइम में ना आपका घर पूरा टूटा हुआ क्या? क्या हो गया? हम लोग देखने नहीं गए। फिर जैसे हुआ ना स्टार्ट, वो पहला बार हुआ तो हम लोग रूम में थे। जब थोड़ा अस्थिर हुआ बस हम लोग निकल के भाग चले। वहाँ बस स्टॉपेज है, उसमें 2-3 घंटा थे। जब नीचा वाला आंटी लोग का पूरा रूम गया, अब सब गाड़ी वाला ढो के इधर लाने लगे। हम लोग के बोले कि चलिए कंपनी में धर देंगे। हम लोग आए उधर, फिर कंपनी से एक अथी आगे एक रूम में रखे, फिर उसमें आधा घंटा रहे। उसके बाद फिर आया कस के वाइब्रेट, माने उधर से कस के आए। फिर हम लोग भाग के रोड पर थोड़ा देर रही है, 2-3 घंटा रोड पर थे। उसके बाद आते आते सोचे कि चूरमला हॉस्पिटल चाहे मंदिर में बैठेंगे। वहाँ से आए तो इधर पूरा दहल है, कोई आने का रास्ता नहीं है। ऊपर से मैनेजर इशारा किए, अरुणदीप सर है कि इधर आ जाओ। हम लोग वहाँ पर गए और 4 बजे से वहाँ तक रहे हम लोग। और बाद शाम को 6-7 बजे शाम हुई जब थोड़ा पानी कमा तो कसेली के डंटा काट के और बिछा के हम लोग का फोर्स लोग पास कराए, हाथ धरा के घिंच के इधर पास करा। अब 6-7 बज गया, जब वहाँ से फिर एम्बुलेंस में बैठा के यहाँ पटा हॉस्पिटल अथी में स्कूल में रखे। अभी आपका साथ में जो आदमी है पूरा सेफ है क्या? सब लोग मिल गया क्या? नहीं, सब नहीं मिला। कौन कौन गया है? अभी इतना आदमी है ना, हम लोग 10 आदमी, वो 10 आदमी है। नहीं, टोटल कितना आदमी था आप लोग? हम लोग टोटल 15 आदमी था। 15 आदमी। अभी 15 आदमी को नहीं मिला। तो बाकी लोग क्या हो गया आपको मालूम नहीं? मालूम नहीं, कुछ क्या हुआ नहीं हुआ सब मालूम नहीं। फिर अभी उधर गए तो एक आदमी फोन किया है। वो बच्चा सब सेफ है क्या? सब അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവരെ ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് കുടുങ്ങിക്കിടന്ന് അവരെ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ അവിടുന്ന് രക്ഷപ്പെടുത്തി. അതായത് രാത്രി അവർ അവിടുന്ന് പുറത്തിറങ്ങി പല സ്ഥലങ്ങളിലും കഴിച്ചുകൂട്ടിയെങ്കിലും ഒരു സ്കൂളിലായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ഈ ക്യാമ്പിലേക്ക് രക്ഷാപ്രവർത്തകർ അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുലർച്ചെ 1:30 മണിക്ക് ഉരുൾപൊട്ടിയ സമയത്ത് അവരുടെ നേരെ ഈ ഭയങ്കരമായ രീതിയിലുള്ള ശബ്ദം കേട്ടു. അവർ പേടിച്ച് അവർ തേയിലക്കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം പിന്നീട് അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടെന്നറിയാതെ അവർ റോഡിലൂടെ ഈ കൊച്ചുകുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് അവർ റോഡിലൂടെ ഈ ചൂരൽമലയിൽ നമ്മൾ ഇന്നലെ കണ്ട പാലം പൂർണ്ണമായി തകർന്ന് വീണ ആ ചൂരൽമല വരെ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിലേക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ദൂരം രാത്രി 1:30 മണിക്ക് ഈ ശബ്ദം കേട്ട് പേടിച്ച് അവർ കുട്ടികളെയും എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. പക്ഷേ ഇവിടെ താഴെ എത്തിയപ്പോഴാണ് പാലം തകർന്നതായും ചൂരൽമല കടന്ന് ചൂരൽമലയിൽ അപ്പുറത്തേക്ക് സ്കൂളിന്റെ ഭാഗത്തേക്ക് കടക്കാൻ യാതൊരു നിർവാഹവുമില്ലെന്നറിഞ്ഞ് അവർ വീണ്ടും രാത്രിയിൽ തിരികെ മുണ്ടക്കൈ മലമുകളിലേക്ക് കയറി പോവുകയായിരുന്നു. അവസാനം അവരൊരു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ അവിടെയുള്ള ഒരു മാനേജറെ രക്ഷപ്പെടുത്തി ആ ക്യാമ്പിൽ ബംഗ്ലാവിനകത്ത് അവരിരുത്തി. അങ്ങനെ നേരം വെളുപ്പിക്കുകയും
പിന്നീട് വൈകുന്നേരത്തോടുകൂടി രക്ഷാപ്രവർത്തകർ അവരെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷവും അവര് കൃത്യമായിട്ട് ഒരു ഇടം ലഭിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് തോന്നുന്നു എന്തോ അവർ എവിടെയോ കൂട്ടം തെറ്റി പോയതായിരിക്കാം. അതിനുശേഷം ഇപ്പോൾ അവരെ രക്ഷാപ്രവർത്തകർ ഒരു സ്കൂളിൽ നിന്നും ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടന്നവരൊക്കെ ഉണ്ടാകാം. ഇനിയും പലരെയും മറ്റു പല സ്ഥലങ്ങളിലുമുള്ള ആളുകളെ രക്ഷപ്പെടുത്തേണ്ടതായിട്ടും ഉണ്ടാകാം. ഏതായാലും വളരെ ദുരിതപൂർണമായ അല്ലെങ്കിൽ സങ്കടകരമായ കാഴ്ചകൾക്ക് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. 15ഓളം പേർ അവരുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഇപ്പോൾ 5 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ളവരെ കുറിച്ച് അവർക്ക് ഒരു വിവരമില്ലെന്ന് പറയുന്നു. ഇതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേർ ഇവിടെയുള്ള റിസോർട്ടുകളിലേക്ക് ജോലി ചെയ്ത ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളിൽ ഇവരും തേയിലത്തോട്ടങ്ങളിലെ ജോലികൾക്ക് വന്നവരാണ്. അത്തരത്തിലുള്ള തേയിലത്തോട്ടങ്ങളിലും റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും ഒരുപാട് ലഭ്യമാവേണ്ടതുണ്ട്. അതുകൂടെ ലഭ്യമാവുമ്പോഴേ നമുക്ക് കാണാതായവരുടെ ഒരു കണക്കിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ നിന്നും നൽകാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. ഷബീർ സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യം. കാരണം നമുക്ക് കണക്കെടുപ്പ് പൂർണ്ണമല്ല. കണക്കെടുക്കുന്നതിന് അവ്യക്തതകൾ നിരവധിയുണ്ട്. പ്രദേശവാസികളല്ല. ഒരു പ്രദേശത്തൊരു അപകടമുണ്ടായാൽ എത്ര പേർ അതിൽ അപകടത്തിൽപ്പെട്ടു എന്ന് പറയേണ്ടത് സമീപവാസികളാണ്. പക്ഷേ ഇവിടെ ആ സമീപസ്ഥരായ പലരും തന്നെ അപകടത്തിലാണ്. അതുകൊണ്ട് ചിലരും കാണാനില്ലതാനും. അത്തരമൊരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച കണക്കെടുപ്പ് ദുഷ്കരമാണ്. ഇതിന് പുറമെയാണ് സംസ്ഥാനത്തിൻ്റെ ജില്ലയ്ക്കും പുറത്തു നിന്നുമൊക്കെ വന്നിരിക്കുന്ന ആളുകൾ സംബന്ധിച്ച കണക്ക്. തേയിലത്തോട്ടങ്ങളിൽ പണിയാനെത്തി വന്നിരിക്കുന്ന അതിഥി തൊഴിലാളികളുണ്ട്, എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്നവരുണ്ട്, അങ്ങനെ നിരവധിയായ ആളുകൾ വേറെയുമുണ്ട്. ഇവരിൽ ചിലരൊക്കെ കുടുങ്ങിക്കിടക്കുന്നവരാവാം, അല്ലെങ്കിൽ ചിലരൊക്കെ അപകടത്തിൽ പെട്ടുപോയവരാവാം. എന്തായാലും അത് സംബന്ധിച്ച വ്യക്തതയ്ക്ക് നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നു. മരണസംഖ്യയേറുന്നു, 287 മരണസംഖ്യയേറുന്നു എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് നമുക്ക് മുന്നിൽ. ഈ കണക്ക് യഥാർത്ഥത്തിൽ ഇനിയും മാറ്റമുണ്ടാവും. കാരണം കാണാതെ ആയിരിക്കുന്നവരുടെ എണ്ണം വളരെയേറെയാണ്. ആ കണക്കും എവിടെയുണ്ട്, അവർ സുരക്ഷിതരാണോ എന്ന ചോദ്യം കൂടി നമുക്ക് മുന്നിൽ ഉണ്ടാകുന്നു. കേരളം രൂപീകൃതമായതിനു ശേഷം ഇത്ര വലിയൊരു ദുരന്തം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരന്തത്തിന് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് എല്ലാവരും. നമ്മൾ ഇതിനെ മറികടന്നേ പറ്റൂ. വയനാട് നിവാസികൾക്ക് നമുക്ക് അവരുടെ കണ്ണീര് ഒപ്പണം. അതിനുവേണ്ടി കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാവണം. അല്പം മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സർവകക്ഷി യോഗം ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊള്ളുമെന്ന് കരുതാം. വയനാടിൻ്റെ പുനരധിവാസം എങ്ങനെ, ഏത് വഴിക്ക്, അതിന് ആരൊക്കെ സഹായിക്കുമെന്ന് സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും. സർക്കാരിൻ്റെ ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച വ്യക്തത ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കുവയ്ക്കുമെന്ന് കരുതാം. ഒപ്പം പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളുമെല്ലാം പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യും.